ചെയ്തൊരു വീടുണ്ട്. നമ്മൾ കൊച്ചി പനമ്പള്ളി നഗറിലെ MIG ഏരിയയിലാണ് ഈ വീടുള്ളത്. 1260 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഈ വീട്ടിലേക്ക് ധാരാളം കാറ്റും വെളിച്ചമൊക്കെ എത്തും. ഈ സ്പെഷ്യൽ വീട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാൻ പനമ്പള്ളി നഗറിൽ MIG ഏരിയയിൽ വീടെടുക്കുമ്പോൾ വീട് പൊളിച്ചു പണിയാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ആരെങ്കിലും കൊണ്ടൊരു പ്ലാൻ വർപ്പിക്കുക, ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഏൽപ്പിക്കുക. ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ജേക്കബിനെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ് അറിയിച്ചു. അത്യാവശ്യം ഈ വെളിച്ചം കയറണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഈ MIGയിലുള്ള ഒരു ഡ്രോബാക്ക് അതായിരുന്നു. അപ്പോൾ ഒരു റിക്വയർമെൻറ്റ് 4 ബെഡ്റൂം വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും 2.25 സെൻസിൽ കംഫർട്ടബിൾ ആയിട്ടൊരു ലിവിങ് ഏരിയ, കൺജസ്റ്റഡ് അല്ലാത്തൊരു ലിവിങ് ഏരിയയും 4 ബെഡ്റൂമൊക്കെ ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഏതായാലും ഞങ്ങളിത് കൺവേ ചെയ്തു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ റൂബൻ എൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ നിലവിലുള്ള ബിൽഡിങ്ങിനെ സ്റ്റഡി ചെയ്യുകയും ഈ ഏരിയയുടെ ഒരു ടൈപ്പോളജിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ എറണാകുളത്ത് ഈ പനമ്പള്ളി നഗർ എന്ന് പറയുന്ന പ്ലാൻഡ് റെസിഡൻഷ്യൽ ഏരിയയിൽ പലതരം പ്ലോട്ടുകളുണ്ട്. അതിനകത്തൊന്നാണ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഹൗസിംഗ് എന്ന് പറയുന്ന MIG. ഇത് 2.25 സെൻറ്റിൻ്റെ 2 പ്ലോട്ടുകളിലുള്ള ബിൽഡിങ്സ് അടുത്തടുത്ത് ഒരു ഭിത്തി ഷെയർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് 6 മീറ്റർ മാത്രം വീതി, അത് 20 അടി വീതിയുള്ള ഒരു പ്ലോട്ടാണ്. അതിനകത്ത് ഒരു സൈഡ് നമുക്ക് ഭിത്തി നമുക്ക് ചേർത്ത് പണിയാം, മറ്റു സൈഡ് 3 സൈഡിൽ നമ്മൾ ഗ്യാപ്പ് വേണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീതി തന്നെയാണ്. അതായത് 20 അടി 6 മീറ്ററിനകത്ത് വേണം നമ്മുടെ ബിൽഡിങ് നമ്മൾ കൊള്ളിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ ലീവ് ചെയ്യേണ്ട ഒരു ബിൽഡിംഗ് ലൈനാണ്. റോഡിൻ്റെ വശത്ത് ലീവ് ചെയ്യേണ്ട ബിൽഡിംഗ് ലൈൻ ഇവിടെ വരുന്നു, ബാക്കിൽ ലീവ് ചെയ്യേണ്ട ബിൽഡിംഗ് ലൈൻ ഇവിടെ വരുന്നു. ഒന്നൊരു കാർ പാർക്കിംഗ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു സ്പേസ് ഇവിടെ വലിച്ചെടുത്തു. അടുക്കളയുടെ ഭാഗത്ത് നമുക്ക് ഒരു സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട് അവിടെ അത് അങ്ങനെ ഒരു സ്പേസ് എടുത്തു. കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഡിഫൈൻഡ് ആയിട്ട് റോഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളിങ്ങനെ ഒരു സ്പേസ് എടുത്ത് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് ആക്കി. ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ചെറിയൊരു ഗാർഡനുള്ളൊരു പോസിബിലിറ്റി ഈ ഫ്രണ്ട് യാർഡിലുണ്ട്. അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടുന്ന ഫുട് പ്രിന്റ്. ഫസ്റ്റ് ഫ്ലോറിനെ സംബന്ധിച്ചോളം, സെക്കൻഡ് ഫ്ലോറിനെ സംബന്ധിച്ചോളം നമ്മളത് ഈ ഫുൾ ലൈൻ നമുക്ക് എടുക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് നമ്മളിങ്ങനെ വലിച്ചെടുത്തത്. ഇനി ഇതിനകത്ത് മുറികൾ വേണം. ഈ മൂലയ്ക്കായിട്ടാണ് നമ്മൾ ബെഡ്റൂം കൊടുത്തത്. കാരണം ബെഡ്റൂം വെന്റിലേഷൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു, ഇവിടെ നമ്മൾ അടുക്കള കൊടുത്തു, ഇവിടെ അതിൻ്റെ ഒരു വർക്ക് ഏരിയയും വന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഇവിടെ നിന്നാണ്. നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വിശാലമായ ഒരു L ഷേപ്പിലൊരു ലിവിങ് ഡൈനിങ് സ്പേസ് നമുക്കിവിടെ ഉണ്ടാവും. ഇവിടെ ആയിട്ടാണ് നമ്മളിതിൻ്റെ സ്റ്റെയർ കേസ്, മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസ് നമ്മളിവിടെ ആയിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ലേ ഔട്ട്. ഞാനൊരു ടീച്ചറാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ വീട്. ഞങ്ങൾ കുറേയേറെ പ്ലാൻ ചെയ്തു, ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം തിരക്കിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷമാണ്. നല്ലൊരു തണുപ്പാണ് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ. സന്തോഷത്തോടെ സമാധാനത്തോടെയും നമുക്ക് ഈ വീട്ടിൽ ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഒട്ടും ബോറടിക്കില്ല. നമുക്ക് ഒരുപാട് വായിക്കാനും സമാധാനമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഈ വീട്ടിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു IT ഫീൽഡിലാണ്. അപ്പോൾ മിക്ക സമയങ്ങളിലും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല, നമുക്ക് വർക്ക് ഫ്രം ഹോം തന്നെയായിരിക്കും. ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴായാലും രാവിലെ ഉറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഇത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടൊരു സ്പേസാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഫീൽ ചെയ്യാറില്ല. നല്ല പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഈ റൂമും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ആ ഗാർഡൻ ഏരിയയാണ്. അവിടെ നല്ല മഴയത്ത് നല്ലൊരു പുസ്തകമൊക്കെ വായിച്ചിരിക്കാൻ വലിയ സന്തോഷമാണ്. നല്ല ഒരു കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഏറ്റവും മുകളിൽ കുറച്ച് സ്പേസ് വേണം. അവിടെ നല്ല ഉച്ച സമയത്തൊക്കെ പോയിരിക്കാനും നല്ല കാറ്റുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ വായിക്കാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താണ് നമുക്ക് മുകളിലും അതിൻ്റെ മുകളിൽ ഒരു ഫുൾ ഏരിയ നമ്മൾ ഓപ്പൺ ടെറസായിട്ട് ലീവ് ചെയ്യും.
അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20 അടിക്കകത്ത് നമ്മൾ എങ്ങനെ ഈ സ്പേസുകളെ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രോസ് വെന്റിലേഷനാണ്. ഇവിടെ നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ എല്ലാ ഓപ്പണിങ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഡോറും വിൻഡോയും ഉണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിൻഡോ ഉണ്ട്. ഇവിടെ നമുക്ക് വെളിയിലോട്ടും വിൻഡോ ഉണ്ട്, ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് ടോട്ടലായിട്ടുള്ള ഒരു ക്രോസ് വെന്റിലേഷനുള്ള സാധ്യത ഇവിടെ നിലനിർത്തി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത്രയും പോർഷനിൽ നമ്മൾ മുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മളൊരു സ്കൈലൈറ്റ് വിത്ത് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ മുകളിലോട്ട് പൊങ്ങി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ ഒരു മുറിക്ക് കിട്ടുന്ന വീതിയുടെ അളവെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഇതിനെ നമ്മൾക്ക് ടാക്കിൾ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്ലാനിൽ ഇത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ 3 ഡയമെൻഷണൽ ആസ്പെക്ട്സ് വളരെ വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ട്രഡീഷണൽ അറയും നിറയുള്ള വീടുകൾ വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ ചെറിയ ഫുട് പ്രിൻ്റ് ഉള്ളതാണ്. ചിലപ്പോൾ 7 അടി അല്ലെങ്കിൽ 7.5 അടി മാത്രം വീതിയുള്ള മുറികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയിൽ വന്നു. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമും വേണം എന്നുള്ളതായിരുന്നു. അതിനേക്കാൾ ഉപരി 1200 സ്ക്വയർ ഫീറ്റിനകത്ത് ഇത് നിർത്തുകയും വേണം. കാരണം നിലവിലുള്ള ഇവരുടെ നിയമപ്രകാരം അത്രയും നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അതുപോലെ താഴത്ത് ബെഡ്റൂം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും മുകളിലേക്ക് കയറണം. അപ്പോൾ അതൊരു വലിയ മടിയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് ഏറ്റവും വലിയ സൗകര്യമാണ്. ഒരു കാര്യം തീരുമാനിച്ചു, മുറികളുടെ അളവെന്ന് പറയുന്നത് നമുക്ക് ഒരു 2.5 മീറ്റർ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ 8.25 അടി ആണ് ഒരു മുറിയുടെ മാക്സിമം വീതി. അപ്പോൾ ഈ വീതിക്കകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബെഡ്റൂംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജനലുകളുടെ വലിപ്പം, ജനലുകളുടെ ആകൃതി, അതിലുപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ വലിപ്പം, ടോയ്ലറ്റുകളെല്ലാം 4 അടി വീതിയാക്കി. അതാണ് അത് മതി, നീളമാണ് വേണ്ടത്, വീതി നമുക്ക് 4 അടി മതി, ധാരാളം മതി. നമ്മൾ ചെറിയൊരു വീട് ചെയ്യുമ്പോൾ അതിൻ്റെ കളേഴ്സ്, ലൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, ഗ്രേ, ഡാർക്ക് ഗ്രേ സീലിങ്ങിൽ, പിന്നെ ഫ്ലോറിൽ ഒരു വുഡൻ ഷെയ്ഡ് അതിൻ്റെയൊക്കെയാണ് പോയത്. അപ്പോൾ ലൈറ്റ്സ് ആണെങ്കിലും നമ്മൾ കുറച്ചൊരു വാം ലൈറ്റ്സ് യൂസ് ചെയ്തു. പിന്നെ സട്ടിലായിട്ടുള്ള ലൈറ്റ് ഫിക്സ്റ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലാണെങ്കിലും നമുക്ക് ലൈറ്റ്സ് ക്യാബിനറ്റിൻ്റെ മുകളിൽ വിൻഡോസ് കൊടുത്തു, സോ ദാറ്റ് അതിന് നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഇൻസൈഡ്. പിന്നെ സർക്കുലേഷൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു. ടൈലാണെങ്കിലും നമ്മൾ ചെറിയ ടൈൽസ് നമ്മൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു, സോ ദാറ്റ് കുറച്ചുകൂടി ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽ അതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ എല്ലാ റൂംസിനും സെയിം ടൈലാണ് നമ്മൾ യൂസ് ചെയ്തത്, സോ ദാറ്റ് ഒരു ഫ്ലോ നന്നായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വലിപ്പം കൂടുതൽ റൂംസിനെ തോന്നിച്ചു. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം എവിടെയൊക്കെ സ്റ്റോറേജ് പറ്റുമോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ, പിന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അടിയിലും ക്യാബിനറ്റ്സ് ഒക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു, സോ ദാറ്റ് എല്ലാം അകത്തേക്ക് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. കിച്ചണിലാണെങ്കിൽ നമുക്ക് പുൾ ഔട്ട് ഡ്രോസ് വെക്കാനായിട്ടാണ് ശ്രദ്ധിച്ചത്, സോ ദാറ്റ് മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാവാനായിട്ട്. നല്ല സൗകര്യമുള്ളൊരു കിച്ചണാണ്. നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്, കാരണം എപ്പോഴും കാറ്റാണ്. ഇപ്പോൾ പണ്ടത്തെ ആ വീട്ടിൽ എപ്പോഴും ചൂടായിരുന്നു, നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് ചെയ്യുമ്പോൾ എല്ലാം സന്തോഷത്തോടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടുക്കള, അത് ഏത് വീട്ടമ്മമാരുടെ ആഗ്രഹമാണല്ലോ, അതെനിക്ക് കിട്ടി. പിന്നെ ഈ ലിവിങ് ഏരിയ, പണ്ടത്തെ വീട്ടിൽ ഒട്ടും സ്ഥലമില്ല നമുക്ക്, അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, എപ്പോഴും ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടിയതുപോലെ. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും സ്പേസ് കിട്ടുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ 3 ബെഡ്റൂമാണ് മുകളിൽ, അതും വലിയ സൗകര്യമാണ്. അപ്പോൾ കുട്ടികൾ 2 പേരുണ്ട്, 2 പേർക്കും 2 ബെഡ്റൂമുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്. പിന്നെ വേറൊരു തോട്ടെന്ന് വെച്ചാൽ നമുക്ക് പകൽ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ലൈറ്റ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. മുകളിലൊരു സ്കൈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലൂടെ വെളിച്ചം അത്യാവശ്യം കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് സ്പേസൊക്കെ ലിവിങ് ഏരിയ കിട്ടി. പുള്ളി ഒരു പ്രൈവറ്റ് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഗാർഡനും അവിടെ ഒരു പെബിൾഡ് ഏരിയ ഒക്കെ ഇട്ട്. അതൊരു യൂണിക് ഒരു എലമെൻ്റ് ആയിരുന്നു. പുറത്തുനിന്ന് നമ്മൾ നല്ല ചൂടിൽ പുറത്തുനിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു കൂളിംഗ് എഫക്റ്റാണ്. കാരണം അത്യാവശ്യം എയർ മൂവ്മെൻ്റ് ഉണ്ട്. അതായത് കിഴക്കുന്നും പടിഞ്ഞാറുന്നും എയർ മൂവ്മെൻറ്റ് ഡയറക്റ്റായിട്ടൊരു ഫ്ലോ കിട്ടുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ പറയും ഒരു റിസോർട്ട് പോലെ തോന്നുന്നു എന്ന് പറയും, ഒരു വീടിനേക്കാളും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരാൾ പോലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ റൂബൻ്റെ ഫാമിലിയുടെയും സന്തോഷം കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് വളരെ മനോഹരമായ ചില മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രോജക്റ്റാണ്.